എല്ലാവർക്കും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തേർഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കംപ്രസേഴ്സിനെ കുറിച്ചും കണ്ടൻസേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഡിവൈസുകളായിട്ടുള്ള ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്, അതുപോലെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്, കാപ്പിലറി ട്യൂബ്, ഈ മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ അവസാനമായിട്ട് കുറച്ച് ടോപ്പിക്സ് കൂടി വരുന്നുള്ളൂ. അതിൽ വരുന്നതാണ് നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിളിൽ അടുത്ത ഡിവൈസ് ആയിട്ടുള്ള ഇവാപറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ഒന്നെങ്കിൽ കംപ്രസറോ അല്ലെങ്കിൽ കണ്ടൻസറോ എക്സ്പാൻഷൻ ഡിവൈസോ കണ്ടൻസർ ഇവാപറേറ്ററോ സ്ഥിരമായിട്ട് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 7 മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറയാൻ പോകുന്നത് ഇവാപറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ടൈപ്പ് വരുന്നുണ്ട്. ഡ്രൈ ആൻഡ് ഫ്ലഡ് ടൈപ്പും അതുപോലെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പ്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിച്ച് വെച്ചാൽ മതി. വെറുതെ കുറേ ടോപ്പിക്സ് പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് നമുക്ക് ഈ ഒരു തേർഡ് മൊഡ്യൂളും അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂൾ മാത്രം പഠിച്ച് നമുക്ക് മാക്സിമം 51 മാർക്ക് വരെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് സ്കോർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും 51 മാർക്കിന് തേർഡ് മൊഡ്യൂളിൽ നിന്നും ഫോർത്ത് മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം 51 പകരം 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പറയാൻ പോകുന്നത് ഇവാപറേറ്ററാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവാപറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിളിൽ ആ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് ഇവാപറേറ്റർ അല്ലേ. അപ്പോൾ കണ്ടൻസറും ഉണ്ട്, ഇവാപറേറ്ററും ഉണ്ട്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് കണ്ടൻസർ. ആ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഇവാപറേറ്റർ അബ്സോർബ് ചെയ്ത ഹീറ്റാണ് നമ്മുടെ കണ്ടൻസർ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത സെമസ്റ്ററിൽ 6th സെമസ്റ്ററിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ലാബൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു എക്സാമിനൊക്കെ നമുക്ക് വൈവൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇവാപറേറ്ററിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇവാപറേറ്ററിന് ഔട്ട്ലെറ്റ് പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും, അത് വേപ്പറാണോ അതോ ലിക്വിഡാണോ എന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ വൈവയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇവാപറേറ്റർ എന്ന് പറഞ്ഞാലും കണ്ടൻസർ എന്ന് പറഞ്ഞാലും എന്താണ്, രണ്ടും ഒരു ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണല്ലേ. ഇവിടെ കണ്ടൻസർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് എക്സ്ചേഞ്ച് എങ്ങനെ ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആ ഒരു കണ്ടൻസർ യൂസ് ചെയ്യുന്നു. അതുപോലെ ഇവാപറേറ്റർ ആകുമ്പം ആ ഇവാപറേറ്റർ വെച്ചിരിക്കുന്ന സറൗണ്ടിങ്സിലെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഓൾസോ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇറ്റ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ലോ പ്രഷർ സൈഡ് ഓഫ് ദ സിസ്റ്റം ബിറ്റ്വീൻ എക്സ്പാൻഷൻ ഡിവൈസ് ആൻഡ് കംപ്രസർ. നമുക്കറിയാവുന്ന പോലെ കംപ്രസറിൻ്റെയും എക്സ്പാൻഷൻ ഡിവൈസിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഇവാപറേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ സ്ഥാനം വരുന്നത്. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിലെ ആ ഒരു റെഫ്രിജറേഷൻ സൈക്കിളിലെ ലോ പ്രഷർ സൈഡിലാണ് ഇവാപറേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിയർ ദ ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇൻസൈഡ് ദ ഇവാപറേറ്റർ കോയിൽ അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ് അല്ലേ. അതായത് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്നും പോകുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, ഇവാപറേറ്റർ കോയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഓർ പ്രൊഡക്റ്റ് ടു ബി കൂൾഡ് ആൻഡ് ഇവാപറേറ്റ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള സ്പേസിലെയോ, ഇപ്പോൾ എയർ കണ്ടീഷനിങ് ആകുമ്പോൾ സറൗണ്ടിങ്സിലുള്ള സ്പേസാണ് കൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു റെഫ്രിജറേറ്ററൊക്കെ ആകുമ്പോൾ സറൗണ്ടിങ്ങിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കൂൾ ചെയ്യുന്നത്. സോ അതിന് കൂൾ ചെയ്യുകയും അവിടെ ഇവാപറേഷൻ സംഭവിക്കുകയും എന്ത് ചെയ്യും, ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റെഫ്രിജറൻറ്റ് ഫീഡ്. അപ്പോൾ റെഫ്രിജറൻറ്റ് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫ്ലഡഡ് ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ ഡ്രൈ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പാൻഷൻ ടൈപ്പും വരുന്നുണ്ട്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൂളിംഗ് മീഡിയം, ഏത് ടൈപ്പ് കൂളിംഗ് മീഡിയം യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു അടിസ്ഥാനത്തിൽ നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പും വരുന്നുണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പും വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ ഫ്ലഡഡ് ടൈപ്പ് ഇവാപറേറ്റർ. സോ നിങ്ങൾ ഈ ഒരു ഡയഗ്രമാണ് ആ ഒരു ഫ്ലഡഡ് ടൈപ്പ് ഇവാപറേറ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വരച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ സ്ക്രീനിൽ നോക്കാം, നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്നും വരുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ അല്ലേ. നമുക്കറിയാം ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് അല്ലേ. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് എന്ത് ചെയ്യും, ഇത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇവാപറേറ്ററിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്.
സോ ഇവിടെ ഒരു ഫ്ലോട്ട് കൺട്രോൾ എന്ന് പറയുന്ന ഒരു വാൾവ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഫ്ലോട്ട് കൺട്രോൾ എന്ന് പറയുന്ന ഒരു വാൾവ് കണ്ടോ, നമ്മുടെ താഴെ അതിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇവാപ്പറേറ്ററിനകത്തുള്ള റെഫ്രിജറൻറ്റിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനാണ് ആ ഒരു ഫ്ലോട്ട് കൺട്രോൾ വാൾവ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ കോയിലാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ. സോ ഈ ഒരു ഭാഗമായിരിക്കും എന്ത് ചെയ്യുക, അപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്റർ ആണെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ ആ ഒരു ഫ്രീസറിൻ്റെ അകത്തായിട്ട് ഈ ഒരു ഭാഗമായിരിക്കും മേൽഭാഗത്തും ചുറ്റുഭാഗത്തും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് വരുന്ന ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഇവാപ്പറേറ്ററിൻ്റെ ഈ ഒരു വാൾവ് വഴി അല്ലെങ്കിൽ ഈ ഒരു വഴി എന്ത് ചെയ്യും, ഇതിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇവാപ്പറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നത്. നേരെ എന്ത് ചെയ്യും, താഴേക്കായിരിക്കും വന്ന് വീഴുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സർജ് ചേമ്പർ എന്ന് പറയുന്ന, നമുക്കിതൊരു ചേമ്പറാണ്, അതിൻ്റെ പേര് സർജ് ചേമ്പർ. അപ്പോൾ ഈ ചേമ്പറിൻ്റെ പേര് സർജ് ചേമ്പറാണ്. അപ്പോൾ ഈ സർജ് ചേമ്പറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിക്വിഡ് റെഫ്രിജറൻ്റ് നേരെ ചെന്ന് വീഴുന്നത്. ഓക്കെ, നമ്മുടെ റെഫ്രിജറൻ്റ് നേരെ ഇതിലേക്ക് ചെന്ന് വീഴും. ഇനി എന്ത് ചെയ്യുന്നത് സംഭവിച്ചാൽ ഇവിടെ ആരോ മാർക്ക് കണ്ടോ, അപ്പോൾ ഇതിൽ റെഫ്രിജറൻ്റ് ഫില്ലാവുകയും ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കോയിൽ വഴി നമ്മുടെ റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, നമ്മുടെ ഇത് ഇവാപ്പറേറ്ററിൻ്റെ കോയിൽസാണ് കേട്ടോ, ഈ കാണുന്നത് ഇവാപ്പറേറ്ററിൻ്റെ കോയിലാണ്. ആ കോയിൽ വഴി എന്ത് ചെയ്യും, നമ്മുടെ റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ വന്ന് വീഴുമ്പോഴുള്ള അവസ്ഥ എന്താണ്, അത് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു കോയിലിലൂടെ നമ്മുടെ റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ റെഫ്രിജറേറ്റർ ആണെങ്കിൽ ആ റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസറിൻ്റെ അവിടെ ആയിരിക്കും ഈ ഒരു ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ടായിരിക്കുക. ഇനി എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണെങ്കിൽ, നമ്മുടെ എയർ കണ്ടീഷണർ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഇൻഡോർ യൂണിറ്റിലായിരിക്കും ഈ ഒരു ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ സറൗണ്ടിങ്സിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് പതിയെ എന്തായിട്ട് മാറും, ലിക്വിഡ് ഇവിടെ കാണിച്ചുകൊണ്ടോ ലിക്വിഡ് വേപ്പർ മിക്സറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതോറും ഇതിൻ്റെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലിക്വിഡ് എന്തായിട്ട് മാറാണ്, അത് വേപ്പറായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്തോറും വേപ്പറായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഫൈനലി ഇവിടെ എത്തുമ്പോഴത്തേക്കും മുഴുവനായിട്ടും വേപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ചെന്ന് വീണിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പറായിട്ട് മാറി ആ വേപ്പർ റെഫ്രിജറൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ മേലോട്ട് നമ്മുടെ കംപ്രസറിലേക്ക് പാസ് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബാഫിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ ഫ്ലാഷ് ചാമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, ഇതാണെങ്കിൽ ഒരു ചാമ്പറാണ് ഫ്ലാഷ് ചാമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഫിൽസ് എന്ന് പറഞ്ഞാലും ഈ കാണുന്ന ഒരു സംഭവമാണ് ബാഫിൽസ്, അതായത് ഒരു ഫിൽറ്റർ പോലെ, ഒരു സ്ട്രെയിനർ പോലെ സംഭവമാണ് ബാഫിൽസ്. ഒന്നുമില്ല, നമ്മുടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കംപ്രസറിനകത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ലിക്വിഡ് റെഫ്രിജറൻറ്റ് പോകാൻ പാടില്ല. എന്തേ പോകാൻ പാടുള്ളൂ, വേപ്പർ മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ആ വേപ്പറിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ഫ്ലാഷ് ചാമ്പറും ആ ഒരു ബാഫിൽ പ്ലേറ്റുകളും. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ ഒരു ഇവാപ്പറേറ്ററിൽ നിന്നും ഒരിക്കലും ലിക്വിഡ് റെഫ്രിജറൻറ്റ് നമ്മുടെ കംപ്രസറിലേക്ക് പോകാൻ പാടില്ല. എന്ത് മാത്രമേ പോകാൻ പാടുള്ളൂ, വേപ്പർ റെഫ്രിജറൻറ്റ് മാത്രമേ പോകാൻ പാടുള്ളൂ. സോ അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഫ്ലാഷ് ചാമ്പറും ആ ഒരു ബാഫിൽ പ്ലേറ്റുകളും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാൾവ് ഉണ്ടല്ലോ, എന്താണ് ഈ ഫ്ലോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇതിലേക്ക് ചെന്ന് വീഴുന്ന അല്ലേ നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ സറൗണ്ടിങ്സിലായിരുന്നു നമ്മുടെ കൂളിംഗ് ലോഡിനനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടേക്ക് ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ സപ്ലൈ ചെയ്യണം അല്ലേ. ഇവിടെ ലോഡ് മാറുന്നതനുസരിച്ച്, ലോഡ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യാനുസരണം റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിലേക്ക് ഫ്ലോ ചെയ്യിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള വാൾവാണ് ഈ ഒരു ഫ്ലോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഇതിവിടെ സ്റ്റോപ്പായി നിൽക്കണം. അതിനാണ് നമ്മുടെ ഈ ഒരു ഫ്ലോട്ട് കൺട്രോൾ വാൾവ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും അത്രയും ഭാഗം റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. ഈസി ആയിട്ടുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. ഒന്നുമില്ല, ഫിഗർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു ചാമ്പർ വരയ്ക്കാം. ഓക്കെ, ഒരു ചാമ്പർ വരയ്ക്കാം. പിന്നെ ചാമ്പറിന് സൈഡിലേക്കായിട്ട് കുറച്ചൊരു ഭാഗം എന്ത് ചെയ്യുക, ഇങ്ങനെ പുറത്തേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ശേഷം നമുക്കറിയാം ഇതിനകത്തേക്ക് എന്ത് വേണം, നമ്മുടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എൻ്റർ ആവണം, ആ ഒരു പാസേജ് വരയ്ക്കുക. ശേഷം നമുക്കറിയാം ഇവിടെ ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ടാവും. നമ്മൾ ഇവാപ്പറേറ്റർ കോയിൽ ഇങ്ങനെ കോയിലിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ കംപ്രസറിലേക്ക് നമ്മുടെ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യിക്കുന്ന ആ ഒരു പൈപ്പും വരയ്ക്കാം. ശേഷം നമ്മളിതിനകത്ത് നമ്മുടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ചെന്ന് ഇത്രയും ഹൈറ്റിലായിരിക്കും വന്ന്
വരച്ചതിൽ കുറച്ച് അളവിൽ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും ഹൈറ്റിൽ നമ്മുടെ ഈ പൈപ്പ് എവിടെയാണോ നിൽക്കുന്നത് ആ ഹൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ലിക്വിഡ് റിഫ്രിജറൻ്റ് അവിടെ കാണിക്കേണ്ടത്. ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും, പൂർണ്ണമായിട്ടും വേപ്പറായിട്ടായിരിക്കും മേലോട്ട് പോകുന്നുണ്ടായിരിക്കും. പിന്നെ എല്ലാ പാർട്സുകളും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത് ലിക്വിഡ് റിഫ്രിജറൻ്റ് ഇന്നാവുന്ന ഭാഗം, ശേഷം അവിടെ ഒരു ഫ്ലോട്ട് കൺട്രോൾ വാൾവ് ഉണ്ട് അതിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ സർജ് ചാമ്പറാണ് അതിൻ്റെ പേര്. പിന്നെ അതിനകത്ത് ഈ ഭാഗത്ത് ലിക്വിഡ് വേപ്പർ മിക്സറാണ് ഉണ്ടായിരിക്കുക അല്ലേ. ഇത് ലിക്വിഡ് ആണെങ്കിൽ ഇവിടെ എത്തുന്തോറും എന്തായിരിക്കും, അത് ലിക്വിഡ് മാറി വേപ്പർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് ലിക്വിഡ് വേപ്പർ മിക്സറാവും. ഫൈനലി ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്തായിരിക്കും, പൂർണ്ണമായിട്ടും വേപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽസാണ്. പിന്നെ ഇത് ഫ്ലാഷ് ചാമ്പറും ബാഫിൽ പ്ലേറ്റുമാണ് ഇത് കംപ്രസറിലേക്ക് പോകുന്ന വഴി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ എക്സ്പാൻഷൻ ഡിവൈസും കംപ്രസറും അതുപോലെ കണ്ടൻസറൊക്കെ ചിലപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ മാത്രം ചോദിക്കാറുണ്ട്. 1 മാർക്കിനും 3 മാർക്കിനൊക്കെ ജസ്റ്റ് ഏതെങ്കിലും ഒരു 3 ഇവാപ്പറേറ്ററിൻ്റെ പേര് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഒരു എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ പേരുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കംപ്രസേഴ്സിൻ്റെയോ കണ്ടൻസേഴ്സിൻ്റെ പേരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പതിയണം. അപ്പോൾ ഒരു പേര് നമ്മളെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഒന്ന് ഫ്ലഡഡ് ടൈപ്പാണ്. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ഉണ്ടോ ഇവിടെ താഴെ കൊടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടി വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ ഫിഗറോ അല്ലെങ്കിൽ ഈ ഫിഗറോ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്ന ഫിഗർ ആ ഫിഗർ പഠിച്ചാൽ നന്നായിരിക്കും. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റാണ് നമ്മുടെ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ. ഓക്കെ, ഇവിടെ ഈ സ്ക്രീനിൽ കാണാനാണ് നമ്മുടെ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊന്നും സ്ഥിരമായിട്ട് 7 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ അല്ല ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുന്നത് നന്നായിരിക്കും. പഠിക്കാൻ മാത്രം ഒന്നുമില്ല, ജസ്റ്റ് ഈ കാണുന്ന ഒരു ഫിഗറാണ്, ഒരു കോയിൽ, ജസ്റ്റ് ഒരു കോയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്ന 2 കാര്യങ്ങൾ ഉണ്ടോ, ഇവിടെ ഒരു വാൾവും അതുപോലെ തന്നെ ഒരു ഫീലർ ബൾബും വരുന്നുണ്ട്. നമ്മുടെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫീലർ ബൾബുണ്ട്, അതുപോലത്തെ സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിൽ ഇറ്റ് ഈസ് സിംപ്ലി എ കോയിൽ മേഡപ്പ് ഓഫ് ഹൈലി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ ആ കാണുന്നൊരു കോയിൽ ഉണ്ടല്ലോ, കോയിൽ ഉണ്ടാക്കിയുള്ളത് ഹൈലി കണ്ടക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും. ഇറ്റ് ഹാസ് 2 ഓവർലാപ്പിംഗ് പോർഷൻ, 2 ഓവർലാപ്പിംഗ് പോർഷൻസ് വരുന്നുണ്ട്. ലോവർ സെക്ഷൻ ഈസ് ഫുൾ ഓഫ് ലിക്വിഡ് വേപ്പർ മിക്സർ ഓഫ് റിഫ്രിജറൻറ്റ് ആൻഡ് ദ ടോപ്പ് ഓർ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ കോയിൽ ഹാസ് കംപ്ലീറ്റ്ലി വേപ്പറൈസ്ഡ് റിഫ്രിജറൻറ്റ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അതായത് ഇവാപ്പറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആരാണ്, ലിക്വിഡ് റിഫ്രിജറൻ്റ് ആണ് എൻ്റർ ചെയ്യുക. പിന്നെ ഇവിടുന്ന് ഹീറ്റിന് അബ്സോർബ് ചെയ്യുന്നതോറും ലിക്വിഡും മാറി പതിയെ ലിക്വിഡ് വേപ്പർ മിക്സറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആ ലിക്വിഡ് വേപ്പർ മിക്സർ ഇങ്ങനെ പോയി പിന്നെയും ഹീറ്റിന് അബ്സോർബ് ചെയ്യുന്നതോറും അത് പൂർണ്ണമായിട്ടും എന്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, വേപ്പർ റിഫ്രിജറൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇവാപ്പറേറ്റർ കോയിൽ എന്തായിരിക്കും, അത് സൂപ്പർ സാച്ചുറേറ്റഡ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇവാപ്പറേറ്ററിൽ സംഭവിക്കുന്ന ആ ഒരു ബേസിക് വർക്കിംഗ് ആണ്, നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ആ ഒരു പ്രിൻസിപ്പിൾ. അതിൻ്റെ വർക്കിംഗ് എന്താ പറയുന്നത് നോക്കാം. The refrigerant flow is controlled by either a thermostatic expansion valve or capillary tube at the entry to the evaporator. അപ്പോൾ നമുക്കിവിടെ ഈ ഫിഗറിൽ കാണുന്നത് നമ്മുടെ ഇത് കണ്ടോ, ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ശരിക്കും നമ്മുടെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. അപ്പോൾ ഈ ഫിഗർ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, ശരിക്കും തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ്. കാരണം എന്താണ് പറയാൻ കാരണം എന്താണ്, നമ്മുടെ ഫീലർ ബൾബ് കണ്ടോ, നമ്മൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു അവിടെ ഫീലർ ബൾബ് ഉണ്ട് അല്ലേ. എന്തെങ്കിലും ഈ ഫീലർ ബൾബിൽ ഇവിടെ കിട്ടുന്ന ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മുടെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവിൻ്റെ ഡയഫ്രം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ ഫിഗറിൽ കാണുന്നത് എന്താണ്, ശരിക്കും ഇത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ്. അതിൻ്റെ ഫീലർ ബൾബാണ് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ എൻഡിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം എക്സ്പാൻഷൻ വാൾവ് ഈസ് എൻറ്റേഴ്സ് അറ്റ് ദ ലോവർ സൈഡ് ഓഫ് ദ ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവാപ്പറേറ്ററിൻ്റെ ലോവർ സൈഡിൽ എന്ത് ചെയ്യും, ലിക്വിഡ് റിഫ്രിജറൻറ്റ് എക്സ്പാൻഷൻ വാൾവ് വഴി എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദ ഹീറ്റ് ഇൻ ദ സറൗണ്ടിങ്സ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ലിക്വിഡ് റിഫ്രിജറൻറ്റ് ആൻഡ് ഗെറ്റ് വാപ്പറൈസ്ഡ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യും, ആ സറൗണ്ടിങ്സിൽ നിന്ന് ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സറൗണ്ടിങ്സിന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ലിക്വിഡ് റിഫ്രിജറൻറ്റ് വാപ്പറൈസ് ആയി മാറാൻ തുടങ്ങും. അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ഇവാപ്പറേറ്റർ ദ റിഫ്രിജറൻറ്റ് ഈസ് ഫുള്ളി വാപ്പറൈസ്ഡ് ഫ്രം വെർ ഇറ്റ് ഈസ് സക്ക്ഡ് ബൈ കംപ്രസർ. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്ത് ചെയ്യും, നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റ് എത്തുമ്പോഴത്തേക്ക് റിഫ്രിജറൻറ്റിൻ്റെ അവസ്ഥ എന്താണ്, അത് ഫുള്ളി വാപ്പറൈസ്ഡ് അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് വേപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ശേഷം എന്ത് ചെയ്യണം, അത് കംപ്രസറിലേക്ക് അതിനെ സക്ക് ചെയ്യും, അല്ലെങ്കിൽ കംപ്രസറിലേക്കാണ് പിന്നെ അത് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ വരുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു കോയിലും പിന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അല്ലേ
എന്താ പറയുക, നമ്മുടെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. അപ്പോൾ അതിൻ്റെ മേലെന്ന് വരുന്ന ഫീലർ ബൾബ് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ എക്സിറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ശേഷം നമ്മുടെ ഇതൊരു ജസ്റ്റ് ഒരു കോയിൽ മാത്രമാണ്, ഇവാപ്പറേറ്റർ കോയിൽ മാത്രമാണ് അല്ലേ. ഇവിടുന്ന് പിന്നെ കംപ്രസറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത് വരുന്നത് കണ്ടൻസറിൽ വരുന്ന ലിക്വിഡ് റിഫ്രിജറൻ്റ് ആണ് എക്സ്പാൻഷൻ വാൾവിലേക്ക് കയറുന്നത്. എക്സ്പാൻഷൻ വാൾവ് നിന്ന് ലിക്വിഡ് റിഫ്രിജറൻ്റ് നേരെ ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നു. അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതോറും ആ ലിക്വിഡ് വേപ്പർ മിക്സ്ചറായിട്ട് മാറുന്നു, പിന്നെ വേപ്പറായിട്ട് മാറുന്നു, പിന്നെ പൂർണ്ണമായിട്ടും സൂപ്പർ സാച്ചുറേറ്റഡ് വേപ്പറായിട്ട് മാറുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇവാപ്പറേറ്റർ കോയിൽ എന്ത് ചെയ്യും, അത് വേപ്പർ റിഫ്രിജറൻ്റ് ആണ്. ശേഷം അത് കംപ്രസറിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ 7 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ. അപ്പോൾ ജസ്റ്റ് അഥവാ ചോദിച്ചാൽ നമുക്കിത് വരയ്ക്കാൻ പറ്റണം, അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഫിഗറാണ്. പിന്നെ വർക്കിംഗ് എല്ലാം കോമൺ വർക്കിംഗ് തന്നെയാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്ക് ഇവാപ്പറേറ്ററിൻ്റെ ആ ഒരു കോമൺ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം 2 ടൈപ്പ് ഇവാപ്പറേറ്ററിനെ കുറിച്ച് പഠിച്ചു. ഒന്ന് ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററും രണ്ടാമത്തത് ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററുമാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു PPT-യിൽ ഇത്ര ഇവാപ്പറേറ്റർ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. പക്ഷേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ വിത്ത് എ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഇവാപ്പറേറ്റർ പഠിച്ചുള്ളത്? ഒന്ന് പഠിച്ചത് നമ്മുടെ ഫ്ലഡ് ടൈപ്പും രണ്ടാമത്തെ ഡ്രൈ എക്സ്പാൻഷനാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്ററാണ്. അപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഷെൽ ആൻഡ് ട്യൂബ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ പഠിച്ച ഓർമ്മ ഉണ്ടോ അല്ലേ? അപ്പോൾ ശരിക്കും എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇവാപ്പറേറ്റർ ആയാലും കണ്ടൻസർ ആയാലും രണ്ടും ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു കോയിലാണ്, ആ പൈപ്പിൻ്റെ ഒരു കോയിലാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവാപ്പറേറ്റർ ആകുമ്പം ആ കോയിലിലൂടെ പോകുന്ന ലിക്വിഡ് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് ഡിഫറൻറ്റ് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ്. കണ്ടൻസർ ആകുമ്പോൾ സംഭവിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ലിക്വിഡ് ഡിഫറൻറ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് ഹീറ്റിനെ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ അഥവാ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഫിഗർ തന്നെ വരച്ചാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസറാണ് നിങ്ങൾ പഠിച്ചുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ആകുമ്പോൾ എന്താണ്, ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് വരുന്നത്. അതായത് ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ല, ഇതേ വർക്കിംഗ് ആണ് വരുന്നത്. പ്രിൻസിപ്പിൾ എന്താണ്, അത് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന മാത്രമുള്ള വ്യത്യാസമുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ, അഥവാ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട പോലെ ഷെല്ല് ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫിഗർ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഫിഗർ തന്നെ പഠിച്ചു വെക്കുക. പക്ഷേ അത് ഈ ഫിഗറിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. എന്ത് വ്യത്യാസം വരുത്തേണ്ടത്, നമുക്കറിയാം ഇവാപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഇവാപ്പറേറ്റർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇവിടെ റെഫ്രിജറൻറ്റ് അല്ലേ, അപ്പോൾ ഈ ഇൻടേക്ക് വരുന്ന റെഫ്രിജറൻറ്റിൻ്റെ അവസ്ഥ എന്താണ്, അത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. ഇതുവഴി ഇൻടേക്ക് വരിക. പിന്നെ ഈ വാട്ടർ ഇന്നും വാട്ടർ ഔട്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് ആ റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ ഇവാപ്പറേറ്റർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഭാഗമാണെങ്കിൽ ഒഴിവാക്കാം, ഈ വാട്ടർ ഇന്നും വാട്ടർ ഔട്ടിൻ്റെ ആവശ്യമില്ല. ഇതെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്ലോസ് ചെയ്ത് വരച്ചാൽ മതി. ഈ ഫിഗർ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിനകത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ വാട്ടർ കൂളർ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും വാട്ടർ കൂളർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ വാട്ടർ കൂളർ ഇത് നമ്മുടെ വാട്ടർ കൂളർ ആണെങ്കിൽ നമ്മുടെ വാട്ടർ കൂളറിൻ്റെ അകത്ത് ഇപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, വാട്ടർ കൂളറിനകത്ത് ഇങ്ങനെ പാരലായിട്ട് നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ ട്യൂബ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യും അല്ലേ. ആ കോയിലിൻ്റെ മേലെ കൂടെ നമ്മൾ ഫുള്ള് വാട്ടർ ഫില്ല് ചെയ്ത് വെക്കും. എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു വാട്ടർ കൂളർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ കോയിൽ തണുക്കും, അല്ലെങ്കിൽ കോയിൽ എന്ത് ചെയ്യും, വെള്ളത്തിലെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസറും വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ആകുമ്പോൾ സംഭവിക്കുക, ഈ വാട്ടർ ഇന്നും വാട്ടർ ഔട്ടും വേണ്ട, ഇതുകൊണ്ട് ക്ലോസ് ചെയ്ത് വരയ്ക്കുക. എന്ത് ചെയ്യുക, ഇതിനകത്ത് വേണമെങ്കിൽ
വാട്ടർ എന്ന് കാണിക്കുക. കാരണം നമ്മൾ ആ വാട്ടർ തണുപ്പിക്കാൻ പോകുന്നുള്ള ആ ഒരു ലോജിക്കൽ എന്ത് ചെയ്യുക, അതിന് വാട്ടർ എന്ന് കാണിക്കുക. പിന്നെ എൻ്റർ ചെയ്യുന്ന ആരാണ്? ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് എൻ്റർ ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്യുന്ന ആരാണ്? ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, വേപ്പർ റെഫ്രിജറൻ്റ് ആണ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപറേറ്റർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഫിഗറിൽ മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ വേറെ പ്രത്യേകം ഫിഗർ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെയും പ്രതീക്ഷിക്കാം. അതായത് ഷെൽ ആൻഡ് കോയിൽ ഇവാപറേറ്റർ. അപ്പോൾ നമ്മളിവിടെ ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഷെൽ ആൻഡ് കോയിൽ ഇവാപറേറ്റർ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫിഗർ തന്നെ പഠിച്ചു വെക്കുക. എന്താ വ്യത്യാസം വരുത്തേണ്ടത്? ഇവിടെ നമുക്ക് വാട്ടർ ഇന്നും വാട്ടർ ഔട്ടും വേണ്ട അല്ലേ, വാട്ടർ ഇന്നും വാട്ടർ ഔട്ടും വേണ്ട. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെറിയ വ്യത്യാസം വരുത്തുക ഈ ഫിഗറിൽ. അതായത് ഇതിവിടെ ക്ലോസ് ചെയ്ത് വരയ്ക്കാം, ഈ ഭാഗം ക്ലോസ് ചെയ്ത് വരയ്ക്കാം, ഇത് വേണ്ട. ഓക്കെ, ഇത് റെഫ്രിജറൻ്റ് വേപ്പർ അല്ല എൻ്റർ ചെയ്യുന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യം ഇതും ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതും ക്ലോസ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇവിടെ വാട്ടർ ഇന്നിന് പകരം ആരെയാക്കണം? ഇവിടെ ഇൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് ഇതുവഴി ഇൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോയിൽ വഴി എന്ത് ചെയ്യും? ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യും. എന്ത് ചെയ്യണം? ഇതിനകത്ത് ഇതെന്ത് ചെയ്യുക? ഇത് വാട്ടർ എന്ന് കാണിക്കുക. എൻ്റെ ലോജിക്ക് മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യാണ്? ആ വാട്ടറിനെ തണുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റിലേക്ക് എന്ത് ചെയ്യുക? വാട്ടർ ഇപ്പോൾ അതിൽ കുറച്ച് ഹൈറ്റേ കാണിച്ചുള്ളൂ. അത് കണ്ടൻസർ ആയത് കാരണം നമ്മൾ ഇവാപറേറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ മൊത്തം ഹൈറ്റിൽ എന്ത് ചെയ്യുക? വാട്ടർ ഫില്ല് ചെയ്തെക്കുന്ന പോലെ കാണിക്കുക. ആ വാട്ടറിനെ നമ്മൾ തണുപ്പിക്കാൻ പോവുകയാണ്. സോ ഷെൽ ആൻഡ് കോയിൽ ഇവാപറേറ്റർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കോമൺ ലോജിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിൽ മാറ്റം വരുത്തി വരയ്ക്കാൻ പറ്റണം. ഓക്കെ, ഞാൻ പ്രത്യേകം വേറെ ഫിഗർ പഠിപ്പിക്കുന്നില്ല. വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ ആകുമ്പോഴും ഈ ഫിഗർ പഠിക്കുക. ഷെൽ ആൻഡ് കോയിൽ ഇവാപറേറ്റർ ആകുമ്പോൾ ഫിഗറിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. അല്ല എന്താ ചെയ്യുക? ഇതിലൂടെ വാട്ടറല്ല ഇൻ ചെയ്യേണ്ടത്, നമ്മുടെ റെഫ്രിജറൻ്റ് ആണ് വരുന്നത്. അത് ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻ്റ് ആണ്, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. അതിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ. പിന്നെ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ കംപ്രസറിലേക്കാണ് നേരെ പോകുന്നുണ്ടായിരിക്കാം. പിന്നെ ഈ എക്സിറ്റ് വേണ്ട അല്ലേ, ഇത് ക്ലോസ് ചെയ്ത് വരയ്ക്കാം, ഇവിടെ അടയ്ക്കുക, ഇത് വേണ്ട. ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്ന ഭാഗമാണെങ്കിൽ ഇതാക്കുക, വാട്ടർ ഫില്ല് ചെയ്യുന്ന ഇങ്ങനെ ആക്കുക. കോയിലിന് ചുറ്റും വെള്ളം ഫില്ല് ചെയ്ത് വെക്കണം. എന്ത് ചെയ്യും? നമ്മൾ ആ സിസ്റ്റം ഓണാക്കിയാൽ ഈ കോയിൽ കൂടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ്, ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാട്ടർ തണുക്കും. ആ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്റർ ഇല്ലേ അല്ലേ, വാട്ടർ ഹീറ്റർ ഓർമ്മയില്ലേ? നമ്മൾ എന്താ പറയുക, വെള്ളത്തിൽ മുക്കി വെച്ച് ചൂടാക്കുന്ന ഹീറ്റർ ഓർമ്മയില്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും എല്ലാവരും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് സിനിമ ഉണ്ടല്ലേ, അതിൽ ജയറാമിന് ഷോക്ക് അടിക്കുന്നത് എങ്ങനെയാണ് അല്ലേ, അതുപോലത്തെ ഹീറ്റർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഓണാക്കിച്ച് പോകും അല്ലേ. കൈയിട്ട് എന്തോ ചിലപ്പോൾ ഷോക്ക് അടിക്കും, വല്ല ഷോർട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിലും അവിടെ ഷോക്ക് അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതെന്താണ്? അത് ഹീറ്റിംഗ് കോയിലാണ്. ഇതിലൂടെ ഹീറ്റാണ് കോയിൽ കൂടെ പാസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ബക്കറ്റിൽ എന്തെങ്കിലും വെള്ളം നിറച്ചിട്ടുണ്ടായിരിക്കും, അതിലേക്ക് നമ്മൾ ഹീറ്റിംഗ് കോയിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും. ഹീറ്റിംഗ് കോയിൽ ചൂടാകുമ്പോൾ വെള്ളം ചൂടാവും. നേരെ തിരിച്ചാണ് നമ്മുടെ വാട്ടർ കൂളർ സംഭവിക്കുക. ഇത് നമ്മുടെ കൂളിംഗ് കോയിലാണ് ഈ പോകുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇവാപറേറ്റർ കോയിൽ എന്ന് പറയാം. ആ കോയിൽ എന്ത് ചെയ്യാണ്? ആ കോയിലിൻ്റെ ചുറ്റും വെള്ളം നിറച്ചാൽ എന്ത് ചെയ്യും? ആ കോയിൽ തണുക്കുമ്പോൾ വെള്ളം തണുക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്, മനസ്സിലായി വിചാരിക്കുന്നു. സോ നമ്മൾ ആ ഒരു ടൈപ്സ് ഓഫ് ഇവാപറേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി പോവാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവാപറേറ്ററിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് ഇവാപറേറ്റർ. അപ്പോൾ നിങ്ങൾ ആ സെൻസ് ഉപയോഗിച്ച്, ആ ലോജിക്ക് ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചുള്ള വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫ്ലഡഡ് ഇവാപറേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യാം? ആ ഫിഗർ നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇത്രയും വരുന്ന പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സേഫ് സോണിലാണ് നിൽക്കുക. നമുക്ക് അത്യാവശ്യം സ്കോർ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്കിപ്പോൾ സ്കോർ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്രയോജനിക്സിനെ കുറിച്ച്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ക്രയോജനിക്സ്. അതിൽ എന്താണ് ക്രയോജനിക്സ് എന്നും ആ ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും പഠിക്കാനുണ്ട്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സ്ഥിരമായി ചോദിക്കുന്നതാണ് ഈ ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. 7 മാർക്കിനും 3 മാർക്കിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു മൊഡ്യൂളിൽ ഈ വരുന്ന ഒരു ടോപ്പിക്കും പിന്നെ നമ്മുടെ ഈ ക്രയോജനിക്സിൻ്റെ ടോപ്പിക്കും പഠിച്ച് ശരിക്കും സേഫാണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും 3rd മൊഡ്യൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ക്രയോജനിക്സിനെ കുറിച്ചാണ്. നമുക്ക് മാക്സിമം ഒരു 5 മിനിറ്റിനും കൊണ്ട് നമുക്ക് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഈസി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. സോ നോക്കാം എന്താണ് ക്രയോജനിക്സ്. ഡെഫിനിഷൻ നോക്കാം. ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ദാറ്റ് സ്റ്റഡി വെരി ലോ ടെമ്പറേച്ചേഴ്സ്. അതായത് വളരെ ലോ ടെമ്പറേച്ചറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ആ റേഞ്ച് വരുന്ന ഏകദേശം -150 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെ വരുന്ന ആ ഒരു ലെവലാണ്. ആൻഡ് ദ ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ് അറ്റ് ദോസ് ടെമ്പറേച്ചേഴ്സ്. അതായത് ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മളൊരു മെറ്റീരിയലിനൊക്കെ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിലുണ്ടാകുന്ന ബിഹേവിയർ ചേഞ്ചസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നമുക്ക് കോമൺ ആയിട്ട് ക്രയോജനിക്സ് എന്ന് പറയാം. സോ ഇവിടെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the production of very low temperatures and their effect on matter, അല്ലേ? അപ്പോൾ ആ ഒരു വെരി ലോ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ ഒരു മാറ്ററിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു എന്താ പറയുക സയൻസാണ് നമ്മുടെ ക്രയോജനിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ക്രയോ എന്ന് പറഞ്ഞാൽ മീനിങ് വെരി കോൾഡാണ്. ജെനിക്സ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ്, അതായത് വെരി കോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നോക്കുക, -150 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -123 കെൽവിനാണ് നമ്മുടെ ആ ഒരു ക്രയോജനിക്സിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ മതി. ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, ഒരു സയൻസ് ആണ്. അതായത് ബിലോ -150 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരു മെറ്റീരിയലിന് എത്തിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ബിഹേവിയർ ചേഞ്ചസും അതിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ കോമൺ ആയിട്ട് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യനാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക്സും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ക്രയോജനിക്സും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു 3 കാര്യം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ക്രയോജനിക്സിൻ്റെ ആപ്ലിക്കേഷൻസ്. ക്രയോജനിക്സ് ഹാസ് ന്യൂമറസ് ആപ്ലിക്കേഷൻസ് ഇൻ സ്പേസ് സയൻസ്. അപ്പോൾ ഓരോ പോയിൻ്റ് ഓർത്തൊക്കെ ഒന്ന് സ്പേസ് സയൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്പേസ് സയൻസിൽ ഉപയോഗിക്കേണ്ടത് മാത്രം മനസ്സിലാക്കുക. ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മ്യൂസിക്കൽ അല്ലെങ്കിൽ അതുപോലെ സ്പോർട്സ് ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബയോളജിക്കൽ സയൻസിലും അഗ്രികൾച്ചറിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ പോയിൻറ്റ്സ് മാത്രം പഠിച്ച് വെക്കുക. എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്? സ്പേസ് സയൻസിൽ, ഇലക്ട്രോണിക്സിൽ, ഓട്ടോമൊബൈൽസിൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ, സ്പോർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, ബയോളജിക്കൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ എറ്റ്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് സ്പേസ് സയൻസും ഇലക്ട്രോണിക്സും ഓട്ടോമൊബൈൽസും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും സ്പോർട്സും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും ബയോളജിക്കൽ സയൻസും അഗ്രികൾച്ചർ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ കേട്ട് പരിചയമുള്ള ടേംസ് തന്നെയാണ്. അപ്പോൾ പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഓർത്തൊക്കെ സ്ഥിരമായിട്ട് 7 മാർക്കിനും 3 മാർക്കിനും മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക്സും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ക്രയോജനിക്സും. ഇനി നോക്കാം എന്തൊക്കെയാണ് ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസ്. എക്കോ ഫ്രണ്ട്ലി ആണ്, റാപ്പിഡ് ഫ്രീസിങ്, വളരെ ഫാസ്റ്റായിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും, തണുപ്പിക്കാൻ പറ്റും. ഇൻഹിബിഷൻ ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത് എന്ത് ചെയ്യാൻ നമുക്ക് ഇൻഹിബിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ലിമിറ്റഡ് ഡീഹൈഡ്രേഷൻ, ഓക്കെ, ഡീഹൈഡ്രേഷൻ വളരെ കുറവായിരിക്കും. ഹാസ് ഹയർ മാസ് ഫ്ലോ റേറ്റ് ദാൻ ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ഫോസിൽ ഫ്യൂവലിനെ അപേക്ഷിച്ച് മാസ് ഫ്ലോ റേറ്റ് കൂടുതലാണ്. പ്രൊഡ്യൂസ് മോർ ത്രസ്റ്റ് എന്തായിരിക്കും, ത്രസ്റ്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു 6 പോയിൻ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി ആണ്, റാപ്പിഡ് ഫ്രീസിങ് ആണ്, ഇൻഹിബിഷൻ ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത്, ലിമിറ്റഡ് ഡീഹൈഡ്രേഷൻ, ഹാസ് ഹയർ മാസ് ഫ്ലോ റേറ്റ് ദാൻ ഫോസിൽ ഫ്യൂവൽസ്, പ്രൊഡ്യൂസ് മോർ ത്രസ്റ്റ്. പിന്നെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻസ് കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയുന്നുണ്ട്. ക്രയോതെറാപ്പി, ക്രയോജനിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന തെറാപ്പിയാണ് ക്രയോതെറാപ്പി. പിന്നെ ഗ്യാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഡ്രജൻ അതുപോലെ തന്നെ നൈട്രജൻ പോലത്തെ ഗ്യാസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ക്രയോജനിക്സ്. പിന്നെ ഫുഡിൻ്റെ പ്രിസർവേഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ക്രയോ ബയോളജി, ഓക്കെ, ക്രയോജനിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ബയോളജിയാണ് ക്രയോ ബയോളജി. അതുപോലെ ക്രയോ ഇലക്ട്രോണിക്സ് കൂളിംഗ്, ഓക്കെ, ക്രയോ ഇലക്ട്രോണിക് കൂളിംഗ്, പിന്നെ ക്രയോ സർജറി. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ഇതും പഠിച്ചു വെക്കുക, നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സും പഠിച്ചു വെക്കുക.
അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ഒരു 5 മിനിറ്റിനെ കൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ക്രയോജനിക്സ് എന്ന് മനസ്സിലാക്കുക, ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക, അഡ്വാൻറ്റേജസ് മനസ്സിലാക്കുക. സോ നമ്മുടെ ഈ ഒരു തേർഡ് മൊഡ്യൂളിലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 51 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും തേർഡ് മൊഡ്യൂളിൽ നിന്ന് മാക്സിമം സ്കോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തേർഡ് മൊഡ്യൂൾ ഒന്ന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തേർഡ് മൊഡ്യൂളിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.